Hello guys, welcome back to Peak Time Learners. ഈ വീഡിയോയിൽ ലീഡ് കോഡ് 75ന്റെ ഫിഫ്ത്ത് പ്രോബ്ലം സോൾവ് ചെയ്യാം. റിവേഴ്സ് vowels of a string. So given a string S, reverse only all the vowels in the string and return it. The vowels are A, E, I, O and U and they can appear in both lower and upper case more than once. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളുടെ അടുത്ത് ഒരു വേർഡ് കാണും. ആ വേർഡിൽ വവൽസ് ആൻഡ് കൺസണൻസ് എല്ലാം തന്നെ കാണും. അതിലുള്ള വവൽസിനെ മാത്രം എടുത്തിട്ട് റിവേഴ്സ് ചെയ്ത് ആ ഫുൾ വേർഡ് നമ്മൾ റിട്ടേൺ ചെയ്യണം. അതാണ് ടാസ്ക്. ഫോർ എക്സാമ്പിൾ, ഇൻപുട്ട് എസ് ഇസ് ഈക്വൽ ടു ഐസ്ക്രീം ആണെന്ന് വെക്കാം. അതിൽ വവൽസ് ക്യാപിറ്റൽ ലെറ്റർ ആവാം, സ്മോൾ ലെറ്റർ ആവാം. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട സ്ട്രിങ് ഇതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഐ ഇല്ലേ, ഈ ഇതിനെ റിവേഴ്സ് ഓർഡറിൽ എടുക്കണം. അപ്പോൾ ഈ ഐ എങ്ങോട്ട് പോകും? ലാസ്റ്റ് ആയിട്ട് എവിടെയാണോ വവൽ ഉള്ളത് അവിടത്തേക്ക് പോകും. അപ്പോൾ ഈ ഐയും ഈ ഒരു എയും നമുക്ക് സ്വാപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സി, ഇത് കൺസണന്റ് ആണ്, സോ ലീവ് ഇറ്റ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇ ഉണ്ട്, ഇത് സെക്കൻഡ് വവളാണ്. അപ്പോൾ ഇത് സ്വാപ്പ് ചെയ്യേണ്ടത് ഫ്രം ദ ലാസ്റ്റ് സെക്കൻഡ് ഉള്ള വവളായിട്ടാണ് ഇനെ സ്വാപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രം ദ ലാസ്റ്റ് സെക്കൻഡ് ഉള്ള വവൽ ഇ ആണ്. അപ്പോൾ ഇയും സ്വാപ്പ് ചെയ്യണം. അങ്ങനെ സ്വാപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ ഫുൾ വേർഡ് നമുക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ACECREIM ഇങ്ങനെ ഒരു വേർഡാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്, ലീഡ് കോഡ്. ലീഡ് കോഡിൽ ഫസ്റ്റ് ലെറ്റർ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാതും കൺസണന്റ് ആണ്. അപ്പോൾ നെക്സ്റ്റിലോട്ട് പോവാം. ഇതൊരു വവലാണ്, അപ്പോൾ ഇതിനെ സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഫ്രം ദ ബാക്ക് നമുക്ക് നോക്കാം. ഫ്രം ദ ബാക്ക് നോക്കുമ്പോൾ ലാസ്റ്റിൽ ഒരു ഇ ഉണ്ട്. അപ്പോൾ ഇതും ഈ ഫസ്റ്റിലുള്ള ഇയും സ്വാപ്പ് ചെയ്യണം. എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു വവലാണ്, അപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇത് ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ ഇത് ഡി, ഇത് കൺസണന്റ് ആണ്. ദെൻ ഒ, ഇതൊരു വവലാണ്. അപ്പോൾ ഈ ഒയും ഈ ഒരു ഇയും നമുക്ക് സ്വാപ്പ് ചെയ്യണം. പിന്നെ നോക്കുമ്പോൾ ഇത് സി കൺസണന്റ്, ടി കൺസണന്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് LEOTCEDE. ഇതാണ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട്. ഇനി ഇതിന്റെ കൺസ്ട്രെയിൻസ് നോക്കുമ്പോൾ ഈ സ്ട്രിങ്ങിന്റെ ലെന്ത് 1 to 3 into 10⁵ വരെ കാണും. ആൻഡ് എസ് കൺസിസ്റ്റ് ഓഫ് പ്രിന്റബിൾ ആസ്കി ക്യാരക്ടേഴ്സ്. ആസ്കി ക്യാരക്ടേഴ്സ്, പ്രിന്റബിൾ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ എസിൽ കാണും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ 2 പോയിന്റർ അപ്രോച്ച് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 2 പോയിന്റേഴ്സ് ആണ് വേണ്ടത്. ഒരു പോയിന്റർ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സ്റ്റാർട്ട് പോയിന്റ് ചെയ്യാനും വേറൊരു പോയിന്റർ എന്ന് പറയുമ്പോൾ എൻഡിനെ പോയിന്റ് ചെയ്യാനുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് പോയിന്ററിൽ നിന്ന് എടുക്കാം. സ്റ്റാർട്ട് പോയിന്റർ വെച്ചിട്ട് ആദ്യത്തെ എലമെന്റ് നോക്കണം, അത് കൺസണന്റ് ആണോ വവ്വലാണോ എന്ന്. അപ്പോൾ അത് വവ്വലാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻഡിൽ നിന്ന് എലമെന്റ് വവ്വലാണോ കൺസണന്റ് ആണോ എന്ന് നോക്കാം. കൺസണന്റ് ആണെങ്കിൽ എൻഡിനെ ഡിക്രിമെന്റ് ചെയ്യാം. ഡിക്രിമെന്റ് ചെയ്ത് നെക്സ്റ്റ് എലമെന്റിലോട്ട് കൊണ്ടുവരാം. ഇനി അത് ചെക്ക് ചെയ്യണം. അതിപ്പോൾ വവ്വലാണ്, ഇവിടെ വവ്വലാണ്, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഇത് രണ്ടും വവ്വലാവുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ലേ, ഇനി അതിന്റെ പുറത്ത് വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്തുള്ള സ്റ്റാർട്ടിലുള്ള എലമെന്റും എൻഡിലുള്ള എലമെന്റിനെയും സ്വാപ്പ് ചെയ്യാം. പിന്നെ സ്വാപ്പ് ചെയ്തതിന് ശേഷം എൻഡിനെ ഡിക്രിമെന്റ് ചെയ്യണം, സ്റ്റാർട്ടിനെ ഇൻക്രിമെന്റ് ചെയ്യണം. ദെൻ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് ഈ പ്രോസസ്സ് നമ്മൾ I<J, സ്റ്റാർട്ട് എൻഡ്, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെയാണ് നമ്മൾ ഇങ്ങനെ സ്വാപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചെയ്യാം. ആൻഡ് ഇത് ചെയ്യുമ്പോൾ പൈത്തണിലൊക്കെ സ്ട്രിങ് ഇമ്മ്യൂട്ടബിൾ ആണ്. അപ്പോൾ സ്ട്രിങ്ങിനെ ലിസ്റ്റോ അറയോ ആയിട്ടോ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ഞാൻ C++ ആണ് ചെയ്യുന്നത്. സോ C++ൽ മ്യൂട്ടബിൾ ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് സോൾവ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഈ സ്ട്രിങ്ങിന്റെ ലെന്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഞാൻ എല്ലിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു സ്ട്രിങ്ങിന്റെ പേര് ഡോട്ട് സൈസ് ഓഫ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രിങ്ങിന്റെ ലെന്ത് കിട്ടും. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 2 വേരിയബിൾസ് ആണ് വേണ്ടത്. ഒന്ന് സ്റ്റാർട്ടും വേറൊന്ന് എൻഡും. ഓക്കെ, ഒന്ന് സ്റ്റാർട്ടിനെ പോയിന്റ് ചെയ്യാനും വേറൊരെണ്ണം എൻഡിനെ പോയിന്റ് ചെയ്യാനും. അതിൽ സ്റ്റാർട്ടിനെ ഞാൻ 0 ഇട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. പിന്നെ എൻഡിനെ സൈസ് -1 ആക്കി കൊടുക്കുന്നു. സൈസ് -1 കൊടുക്കുന്നതിന്റെ റീസൺ, ഇൻഡെക്സ് എപ്പോഴും 0 തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിന്റെ സൈസ് ഇപ്പോൾ 5 ആണെങ്കിൽ ലാസ്റ്റ് എലമെന്റ് ഉള്ള പൊസിഷൻ 4 ആയിരിക്കും. 0 1 2 3 4. അപ്പോൾ 4th പൊസിഷനിലായിരിക്കും ലാസ്റ്റ് എലമെന്റ് ഉള്ളത്. അപ്പോൾ എൻഡിനെ ഞാൻ L-1 ഇനീഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഇനിയാണ് നമ്മുടെ ഇഫ് കണ്ടീഷൻസ് വരുന്നത്. ഇഫ് നമ്മൾ ആദ്യം എന്താണ് നോക്കേണ്ടത്, സ്റ്റാർട്ടിലുള്ള ആ ഒരു എലമെന്റ് വവൽ ആണോ അല്ലയോ എന്ന് നോക്കണം. വവൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിനെ ഇൻക്രിമെന്റ് ചെയ്യാം. വവൽ ആണെന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷനിലോട്ട് പോകണം, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൊടുക്കാതെ S ഓഫ് സ്റ്റാർട്ട് ഈക്വൽ ടു A ഓർ S ഓഫ് സ്റ്റാർട്ട്
ഈക്വൽ ടു ഇ ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ ഇഫിനും കൊടുക്കണം, എൽസ് ഇഫിനും ഈ ഒരു കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഞാൻ ഇപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ആ ഫംഗ്ഷനിൽ അത് വവ്വലാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഇപ്പോൾ പബ്ലിക്കിന്റെ താഴെ ഞാൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ടൈപ്പ് ബൂലിയൻ ആയിട്ട് കൊടുക്കുവാണ്. ബൂലിയൻ ഫംഗ്ഷന്റെ പേര് വവൽസ് എന്ന് കൊടുക്കാം. പിന്നെ അത് ഒരു ക്യാരക്ടർ ഇൻപുട്ട് ആയിട്ട് എടുക്കും, പാരാമീറ്റർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇനി ഇതിൽ ചെയ്യേണ്ടത് ജസ്റ്റ് ഞാൻ റിട്ടേൺ ചെയ്യാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. റിട്ടേൺ ചെയ്യേണ്ടത് ഇഫ് സി ഈക്വൽ ടു എ ഓർ സി ഈക്വൽ ടു ഇ ഓർ സി ഈക്വൽ ടു ഐ ഓർ സി ഈക്വൽ ടു ഒ ഓർ സി ഈക്വൽ ടു യു. ഇനി ഇപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ കേസിലെ നോക്കി, ഇനി ക്യാപിറ്റൽ ലെറ്ററും കൂടി നോക്കണം. ഇപ്പോൾ സി ഈക്വൽ ടു ക്യാപിറ്റൽ എ ഓർ സി ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഓർ സി ഈക്വൽ ടു ക്യാപിറ്റൽ ഐ ഓർ സി ഈക്വൽ ടു ക്യാപിറ്റൽ ഒ ഓർ സി ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ യു. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിലോ ഇറ്റ് മീൻസ് നമ്മൾ പാസ് ചെയ്ത ആ ഒരു ക്യാരക്ടർ വവലാണ്. അപ്പോൾ നമുക്ക് ട്രൂ വാല്യൂ ആയിരിക്കും റിട്ടേൺ ആയി പോകുന്നത്. ഇതിൽ ഒരു കണ്ടീഷൻ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാസ് ചെയ്ത ക്യാരക്ടർ കൺസണന്റ് ആണ്, വവലല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇതിൽ നോക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ അതാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ പാസ് ചെയ്യുന്ന ക്യാരക്ടർ വവലാണോ ഇല്ലയോ എന്ന് പാസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കേണ്ടത് ഇഫ് നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ വവൽ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിനെ ഇൻക്രിമെന്റ് ചെയ്യണം. അപ്പോൾ നോട്ട് വവൽ ഓഫ് അതൊരു ക്യാരക്ടറിനെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ക്യാരക്ടർ ആയിട്ട് ഇതിൽ കൊടുക്കുന്നത് എസിന്റെ സ്റ്റാർട്ടിനെയാണ്. ഓക്കെ, എസ് ഓഫ് സ്റ്റാർട്ടിനെയാണ് ക്യാരക്ടർ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ നോട്ട് വവൽ ഓഫ് എസ് ഓഫ് സ്റ്റാർട്ട് മീൻസ് ഈ എസ് ഓഫ് സ്റ്റാർട്ടിലുള്ള ലെറ്റർ വവൽ അല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഇഫ് നോട്ട് വവൽ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പോകത്തില്ല. അപ്പോൾ ഇത് ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നോട്ട് വവൽ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോകും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിനെ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം, സ്റ്റാർട്ട് പ്ലസ് പ്ലസ്. ഇനി അടുത്ത് എൽസ് ഇഫ് ആണ്. എൽസ് ഇഫ് ഇതിൽ സെയിം ആണ്, നോട്ട് വവൽ ഓഫ് വവൽസ്. ഓക്കെ, വവൽസ് ഓഫ് എസ് ഓഫ് എൻഡ്. ഇതിൽ നമ്മൾ എൻഡ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിലും വവലല്ല, വവൽസ് ആണ്. ഓക്കെ, വവൽസ് ഓഫ് എൻഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അത് വവൽ അല്ല എന്നുണ്ടെങ്കിൽ എൻഡിനെ ഡിക്രിമെന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി എൽസ് കേസിൽ നമ്മൾ ചെയ്യേണ്ടത്, എൽസ് കേസ് ആകുമ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആയാലേ എൽസ് കേസിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ടിനെയും സ്വാപ്പ് ചെയ്യാം. എസ് ഓഫ് സ്റ്റാർട്ടിനെയും എസ് ഓഫ് എൻഡിനെയും നമുക്ക് സ്വാപ്പ് ചെയ്യാം. സ്വാപ്പ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക, എൻഡിനെ ഒന്ന് ഡിക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എസിനെ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ എസ്. ഇപ്പോൾ ഇത്രേ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഇഫ് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്? സ്റ്റാർട്ട് എൻഡിനേക്കാളും ലെസർ ആവുമ്പോഴാണ് ഈ ഇഫ് കണ്ടീഷൻ എല്ലാം വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ഞാൻ ജസ്റ്റ് എടുത്ത് വൈൽ ലൂപ്പിന്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നു. വൈൽ സ്റ്റാർട്ട് ലെസ് ദാൻ എൻഡ്. ഒരു വൈൽ ലൂപ്പിന്റെ അകത്ത് ഇട്ട് കൊടുത്തു. വൈൽ ലൂപ്പ് ക്ലോസ് ആക്കി ദെൻ ഇപ്പോൾ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ടെസ്റ്റ് കേസ് എല്ലാം അക്സെപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് വവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അത് റിട്ടേൺ ചെയ്യേണ്ടത് സി ഈക്വൽ ടു ഒരു ക്യാരക്ടർ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ ക്യാരക്ടർ വവലാണോ ഇല്ലയോ എന്നാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ സി ഈക്വൽ ടു എ ഓർ സി ഈക്വൽ ടു ഇ ഓർ സി ഈക്വൽ ടു ഐ ഓർ സി ഈക്വൽ ടു ഒ ഓർ യു അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈൽ ഇത് സ്റ്റാർട്ട് എൻഡിനേക്കാളും ലെസർ ആകുമ്പോഴാണ് നമ്മൾ ഈ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വൈൽ ലൂപ്പിന്റെ അകത്ത് ആദ്യം സ്റ്റാർട്ടിലുള്ളത് വവലാണോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാം. വവൽ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിനെ ഇൻക്രിമെന്റ് ചെയ്യാം. അത് ഫോൾസ് ആണെങ്കിൽ സ്റ്റാർട്ട് അവിടെ തന്നെ നിൽക്കും, നമ്മൾ അടുത്ത കണ്ടീഷനിലോട്ട് പോകും. എന്നിട്ട് എൻഡിലുള്ള ആ ഒരു വേരിയബിൾ ഒരു ക്യാരക്ടർ വവലാണോ എന്ന് ചെക്ക് ചെയ്യും. വവൽ അല്ല എന്നുണ്ടെങ്കിൽ എൻഡിനെ ഡിക്രിമെന്റ് ചെയ്യും. ആൻഡ് അത് ഫോൾസ് ആണെങ്കിൽ എൽസ് കേസിലോട്ട് പോകും. എൽസ് കേസിൽ നമ്മൾ സ്റ്റാർട്ടിനെയും എൻഡിനെയും സ്വാപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ടിനെ ഇൻക്രിമെന്റ് ചെയ്യും, എൻഡിനെ ഡിക്രിമെന്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് എസിനെ റിട്ടേൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, എല്ലാ ടെസ്റ്റ് കേസസും അക്സെപ്റ്റ് ആയിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പ്രോബ്ലം നോക്കാം.
താങ്ക് യു.